മറ്റ് നടന്മാർ ഒരു പക്ഷെ ചെയ്യുന്ന നെറ്റ്വർക്കിങ്ങോ സോഷ്യലൈസിങ്ങോ ആളുകളുമായി ഒരു റാപ്പോ ബിൽഡ് ചെയ്യലോ ഇത്തരം ഏരിയയിലൊന്നും ഞാനില്ല. എന്റെ ഒന്നാമത് ഞാൻ ഭയങ്കര മുഖത്ത് നോക്കി അഭിപ്രായം പറയുന്നു. ഒട്ടും അന്ന് നമുക്ക് അറിയാം ഒരു 10-22 ചോരത്തിളപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ എല്ലാവരും എന്റെ ടാലന്റ് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഓഡീഷനിൽ കൂടിയാണ് വന്നത്, അല്ലാണ്ട് ആർക്കും ഒരു ഒത്താശം ചെയ്തിട്ടല്ല. നമ്മുടെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് നമ്മളെ വിളിക്കുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ ആവശ്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയുന്നു. ഭയങ്കര അഡ്ജസ്റ്റിംഗ് മെന്റാലിറ്റി ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുവീഴ്ചകളൊന്നും അങ്ങനെ ആദ്യം മുതലേ ഇല്ല. പറയുന്ന ആ 3 പേരെ കൂടെ റൂം ഷെയർ ചെയ്യണോ, എന്താണ് അതിന്റെ ആവശ്യം, എന്റെ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ പ്രോബബ്ലി ഐ മൈറ്റ് ഹാവ് ക്രിയേറ്റഡ് ആൻ ഇംപ്രഷൻ ദാറ്റ് ഐ എം ഹാർഡ് ടു വർക്ക് വിത്ത്, ഹൈ ഡിമാൻഡിങ്. അപ്പൊ ഈ സിനിമയുടെ മാനേജ്മെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും എന്നോട് വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ഇവരാണല്ലോ ചില പടങ്ങളില് ഇപ്പൊ അത് മാറി, അന്ന് അതുണ്ട്. അപ്പം ചിലപ്പോ നമ്മളാ ചോദിച്ചു വരുമ്പോ അവൻ പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റേ മമ്മൂക്കയും പൃഥ്വിരാജും കഴിഞ്ഞാൽ പിന്നെ കൂളിംഗ് ഗ്ലാസ് ഇടാൻ ആർക്കും അവകാശം ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇന്റൻഷനൽ. ഞാൻ പഠിച്ചു വളർന്നത്, എനിക്ക് ഫാഷനോട് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നടക്കുന്നത്.